PDJFസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ പ്രിയപ്പെട്ട മനീഷ് അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശിവഗിരി മഠത്തിലെ സ്വാമിജി പ്രേമാനന്ദജി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന BDJFസിൻ്റെ ജില്ലാ അധ്യക്ഷൻ പൈലി വത്തിയാട്ട് തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ, BDJFസിൻ്റെ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നാം അനുസ്മരിക്കുന്ന ചിത്രൻ കണ്ടോത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദ്യമായി ഞാൻ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത കാലത്താണ് BDJFസിൻ്റെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ ചിത്രം കണ്ടോത്തിനെ പരിചയപ്പെടുന്നത്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അത്രയേറെ ഒരു പരിചയമൊന്നുമില്ല. BDJFസിനെ ഈ മേഖലയിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതിന് മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന കാര്യമല്ല. നിരന്തരമായ പ്രവർത്തനത്തിലൂടെ, നിരന്തരമായ പ്രവാസത്തിലൂടെ, നിരന്തരമായിട്ടുള്ള ചലനത്തിലൂടെയാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ വളർന്നു വരിക. നമുക്കറിയാം, ഒരു പാറക്കല്ല്, ഒരു കല്ല് ഒരു പുഴയിൽ നിന്നെടുക്കുമ്പോൾ ആ കല്ല് നമുക്ക് ഏറ്റവും മനോഹരമായ മിനുസമുള്ള ഒരു കല്ല് നമുക്കൊന്ന് മുഖത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നും. എന്നാൽ ഈ കല്ലിൻ്റെ ഉത്ഭവം, ഈ കല്ലെന്തായിരുന്നു ഒരു കാലത്ത്? ആ കല്ലിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയായിരുന്നു? ആ പുഴയുടെ ആരംഭത്തിൽ നിന്നാണ് ആ കല്ല് ഒഴുകി വരുന്നത്. എന്തായിരുന്നു ആ കല്ലിൻ്റെ കൂർത്തുമൂർത്ത വശങ്ങൾ? നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് കല്ലുകളോട് ചേർന്ന് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങളെല്ലാം തയഞ്ഞ് അവസാനം നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല മിനുസമുള്ള കല്ലായിട്ട് നമുക്ക് കിട്ടും. എന്നാൽ എത്ര കാലം ആ കല്ല് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പല സ്ഥലത്തും തട്ടി ഒരഞ്ഞി ഒഴുകി വന്നിട്ടാണ് ഇത്രയും മിനുസമായിട്ടുള്ള കല്ല് നമുക്ക് ലഭിക്കുന്നത്? അതുപോലെയാണ് ഒരു പൊതുപ്രവർത്തകൻ. അവരുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് വന്ന് ഓരോ പരിപാടികളിലൂടെ, ഓരോ അവസരങ്ങളിലൂടെ അതിനെയെല്ലാം സമീപിച്ച് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ ഉദയം ചെയ്യുന്നത്. ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ, ഒരു നേതാവ് ഉദയം ചെയ്യുന്നത് ആ തരത്തിലാണ്. നമുക്കറിയാം, നേതാവെന്ന് പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തിലെ എടുത്തു വയ്ക്കുമ്പോൾ ആ സമൂഹത്തിലെ ആളുകളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളെയാണ് നാം ലീഡർ എന്ന് പറയുന്നത്. മറ്റാളുകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിന് മനസ്സുണ്ടാകുന്ന ഒരാളായിട്ട് മാറുമ്പോഴാണ്
അയാൾ ജനങ്ങളുടെ നേതാവായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ചിത്രൻ കണ്ടോത്ത് എന്ന പൊതുപ്രവർത്തകനൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് എത്രയേറെ ആളുകൾ ഈ ഒരു വീടിൻ്റെ അങ്കണത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് തടിച്ചുകൂടിയിട്ടുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുള്ളത്. BDJS നടത്തിയിട്ടുള്ള BDJSൻ്റെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പ്രസ്ഥാനം വളർന്നു വരണമെന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ട്. ആ നാട് BDJS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജനത, ഈ നാട്ടിലെ ജനത BDJS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ജിഹ്വയായിട്ടാണ് ഈ പ്രസ്ഥാനം മാറുന്നത്. നിരവധി ലക്ഷ്യങ്ങൾ ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങേണ്ടതായിട്ടുള്ള ഒരു അവസരമുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് BDJS. ഇനി നമ്മുടെ മുന്നിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരികയാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സഖ്യകക്ഷി എന്നുള്ള ഒരു പരിഗണന എന്നും ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകും, ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഉണ്ടാകും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ പുതിയ പുതിയ ആളുകളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരണം. അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയാണ് കൊണ്ടുവരേണ്ടത്. ധാരാളം ആളുകൾ ഇന്ന് ആശയേറ്റ് നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ആശയേറ്റ് നിൽക്കുന്ന വിഭാഗത്തെ കൂടെ ചേർത്ത് ഒരു മഹാശക്തിയായിട്ട് നമുക്ക് കേരളത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. 20% വോട്ടുള്ള ഒരു മുന്നണിയാണ് നമ്മുടേത്. NDA എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു വലിയ പ്രസ്ഥാനമൊന്നുമല്ല. എന്നാൽ ഈ നാട്ടിലെ ഇടതിനോടും ഈ നാട്ടിലെ വലതിനോടും മല്ലടിച്ചുകൊണ്ട് 20% വോട്ടുള്ള ഒരു മുന്നണിയായിട്ട് നാം കേരളത്തിൻ്റെ മണ്ണിൽ മാറി. കേരളത്തിൽ ഈ പ്രസ്ഥാനം, ഈ മുന്നണിയിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, തൃശ്ശൂരിൽ നിന്ന് ഒരു MP നമുക്കുണ്ട്. നമുക്ക് 2 മന്ത്രിമാർ ഇന്ന് കേരളത്തിലുണ്ട്. ഒരു മന്ത്രി ജനങ്ങൾ തെരഞ്ഞെടുത്ത് ലോകസഭയിൽ അയച്ചയാളാണ് മന്ത്രിയായിട്ടുള്ളത്. 2025 അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാം നോക്കുമ്പോൾ ഈ ഒരു ശക്തി നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് 20% വോട്ടെന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നാം ജയിച്ചു. തിരുവനന്തപുരത്തും അതുപോലെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും നാം പരാജയപ്പെട്ടു പോയത് ഒരു പക്ഷേ ഓരോ ബൂത്തിലും 1-2 വോട്ട് കൂടി നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയേക്കാളും കൂടുതൽ MP ഉള്ള ഒരു മുന്നണിയായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാളും വലിയൊരു പ്രസ്ഥാനമായിട്ട് NDA മാറുമായിരുന്നു. നമുക്കറിയാം, ഓരോ മണ്ഡലത്തിലെയും മുന്നേറ്റം എടുത്ത് നോക്കുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയിൽ നാം നടത്തിയിട്ടുള്ള മുന്നേറ്റം ചെറിയൊരു വോട്ടിൽ നിന്നാണ് അവിടെ വലിയ മുന്നേറ്റത്തിലേക്ക് നമുക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇന്ന് 11 നിയമസഭാ സീറ്റുകൾ എടുത്തു നോക്കുമ്പോൾ 11 നിയമസഭാ സീറ്റുകളിൽ നാം 1-ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. 9 നിയമസഭാ മണ്ഡലത്തിൽ നാം 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടു പോയത് ചെറിയ വോട്ടുകൾക്കാണ്. 30 അസംബ്ലി മണ്ഡലത്തിൽ നാം വിജയത്തിലേക്ക് കുറിക്കാൻ വേണ്ടി പോവുകയാണ്. 35,000-ലേറെ വോട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട്, ഒരു മുന്നണിയായിട്ട് നാം മാറി. അങ്ങനെ വരുമ്പോൾ 50 അസംബ്ലി മണ്ഡലത്തിൽ വിജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇന്ന് നമ്മുടെ NDA മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു 10% കൂടി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ
കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് കഴിയും. അതിലേക്കായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. കണ്ണൂർ എന്ന് പറയുന്ന ഈ ജില്ല നമ്മൾ ആർക്കും തന്നെ തീരെഴുതി കൊടുത്ത ജില്ലയല്ല, മറിച്ച് നമ്മുടെ സംഘടനാ സംവിധാനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയാൽ ഇവിടെയും നമുക്ക് വിജയമുണ്ടാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് തെളിവായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വളരാനുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്ര സർക്കാർ നൽകുന്ന ജനപ്രിയ പദ്ധതികൾ, ഓരോ ആളുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ നാട്ടിൽ, അതിലേക്കൊന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു ആശംസാ പ്രസംഗകൻ എന്ന നിലയ്ക്ക് അതിലേക്കൊന്നും കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മോദിജി വിഭാവനം ചെയ്തിട്ടുള്ള ഈ ഒരു വികസിത രാജ്യത്തിൻ്റെ സങ്കല്പങ്ങളിലേക്ക് കേരളത്തെ നാം ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇടതും വലതും മുന്നണികൾ മാറി മാറി ഭരിച്ചു. എന്താണ് ഈ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. ഒരു കാലത്ത് 1987 ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോരാട്ടം നടത്തിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മുന്നേറ്റം കുറിച്ചത്. എന്നാൽ പിന്നീട് നമുക്ക് എന്ത് കാണാൻ വേണ്ടി കഴിഞ്ഞു? ഇടതുപക്ഷം ഈ നാട്ടിലെ ഒരു വിഭാഗം മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തെ ചവിട്ടി ഞെരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അവരെ പുറംപോക്കിലേക്ക് അകറ്റി മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഈ നാട്ടിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാത്തവരാക്കിയിട്ട് മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ മെല്ലെ വർഷങ്ങൾ കടന്നു വരുമ്പോഴാണ് അവരുയർത്തിയ ആ മുന്നണികളുടെ യഥാർത്ഥ മുഖം പുറത്തിറക്കുമ്പോഴാണ് അത് ഏത് നാട്ടിലേക്കാണ്, എന്താണ് അവരുടെ ചിന്ത എന്ന് ഇപ്പോൾ മെല്ലെ പിണറായി വിജയനും കൂട്ടരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടു. ആ സമയത്താണ് ഇവർ മെല്ലെ വീണ്ടും എവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു? ശബരിമലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ ഓരോ വിഭാഗം ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ എല്ലാമായിരുന്നു ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം. ആ ക്ഷേത്ര സങ്കല്പങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള ആളുകൾ ഇന്ന് അയ്യപ്പനില്ലാതെ ഇനി ഈ കേരളത്തിലൊരു ഭരണം നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് മെല്ലെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തെ ഇവരെല്ലാം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള ത്യാഗോജലമായ പ്രവർത്തനം നടത്തിയ ചിത്രൻ കണ്ടോത്തിനെ പോലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നാം ഓർമ്മിക്കേണ്ടതും അവരുടെ ഓർമ്മ പുതുക്കുമ്പോൾ അവർക്ക് നാം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുമ്പോൾ ആ ശ്രദ്ധാഞ്ജലിയായിട്ട് വരേണ്ടത് ഈ പ്രസ്ഥാനത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ചിന്ത, നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം, നിങ്ങളുടെ യാത്രകളിൽ ഈ പ്രസ്ഥാനത്തെ, ഈ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചിന്ത പോകണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അതായിരിക്കണം ചിത്രൻ കണ്ടോത്തിന് നൽകുന്ന ശ്രദ്ധാഞ്ജലി എന്ന് ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ധീരോദാത്മാവിന്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം. ജയ് ഭാരത്. വന്ദേ മാതരം.